നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രിക്കെതിരെ വിചാരണ കൂടാതെ ഒരു വിചാരണ കോടതി അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം റദ്ദാക്കിയ നടപടി CBI കോടതി 38 പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ കേസ് മാറ്റിവെക്കുകയാണ്. എന്തിനാണ് ഈ 38 പ്രാവശ്യം കേസ് മാറ്റിവെക്കേണ്ട കാര്യം? ആ കേസിനകത്ത് എന്തെങ്കിലും ഒരു വിധി പറയാം, ഒന്നുകിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി. പക്ഷെ കേസുകൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിജയന് ED നോട്ടീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം അത് കണ്ടിട്ടില്ല, അദ്ദേഹം കേട്ടിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്കറിയാം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മകൾക്കെതിരെ കേസെടുത്തു. ആ കേസ് നിലനിൽക്കുന്നു. മാത്രമല്ല, പുള്ളിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ നമുക്കറിയാം 120 ദിവസം ജയിലിലായിരുന്നു. ലൈഫ് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതാണ്. പക്ഷേ ED ഇങ്ങനെ കൂടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ നോട്ടീസ് അയക്കുന്നതല്ലാതെ അനന്തര നടപടികളിലേക്ക് ഒരിക്കലും നീങ്ങുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസ് വളരെ ജാഗ്രതയോടുകൂടി അന്വേഷിക്കുന്നു. SIT നിയമിച്ച ഹൈക്കോടതിയാണ്, ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്ത ഹൈക്കോടതിയാണ്. കേരള ഗവൺമെൻറ് അതിനകത്ത് ഒരു പങ്കുമില്ല. അതിൻ്റെ അന്വേഷണം ശരിയായ റൂട്ടിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ 2 മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ, ഒരാൾ 2 ടേം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു വാസു. പിന്നൊരാൾ നമുക്കറിയാം, ശ്രീ പത്മകുമാർ കോന്നി MLA ആയിരുന്നു. 1 ടേം 2 ടേം ആറന്മുളയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ്. പാർട്ടിക്കും പിണറായി വിജയനും